മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തീർത്ഥാടകർക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കുറവിനെക്കുറിച്ച് പ്രതികരിക്കാതെ ദേവസ്വം മന്ത്രി. പ്രതികരിക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മുടെ ഈ ലൈവത്തോൺ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നമ്മൾ ദേവസ്വം മന്ത്രിയെ സമീപിച്ചിരുന്നു. തീർച്ചയായും ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വേണമായിരുന്നു താനും. ആദ്യം പ്രതികരിക്കാമെന്ന് പറഞ്ഞു, പക്ഷേ ഒരു പ്രതികരണവും ദേവസ്വം മന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നില്ല. എന്താണ് സംഭവിച്ചത്? ശബരിമലയിലെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട നിലവിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വിഷയം ചോദിക്കാനാണ് നമ്മൾ VN വാസവനെ സമീപിച്ചത്, ദേവസ്വം മന്ത്രിയെ സമീപിക്കുന്നത്. 2 തവണ സമീപിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് CPM-ന്റെ കൂടിയിരുന്നു. AKG സെന്ററിൽ എത്തിയെങ്കിൽ പോലും അവിടെ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മൈക്കുമായി നമ്മൾ അടുത്ത് ചെന്നിരുന്നു, അദ്ദേഹത്തിനോട് അടുത്ത് ചെന്നെങ്കിൽ പോലും അദ്ദേഹം പിന്നീട് ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. തുടർന്ന് അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ബന്ധപ്പെട്ടതിന് ശേഷം സംസാരിക്കുമ്പോൾ വൈകിട്ട് 4 മണിയോടുകൂടി നമുക്ക് പ്രതികരണം തരാമെന്ന് അദ്ദേഹം ഏൽക്കുകയും ചെയ്തു. ഓഫീസിലെത്താൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ അതനുസരിച്ച് തന്നെ 4 മണിക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തിയിരുന്നു. ഓഫീസിലെത്തിയെങ്കിൽ പോലും തുടർന്ന് അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. മറ്റ് ഒരു പൊതുപരിപാടിയുമായി പുറത്തായിരുന്നു. അദ്ദേഹം എത്തും എന്ന് ഓഫീസിലുള്ളവരും അറിയിച്ചു. എന്നാൽ അവസാന നിമിഷമായപ്പോഴേക്കും എത്തുന്നില്ല, അല്ലെങ്കിൽ ഓഫീസിലേക്ക് വരുന്നില്ല എന്ന് നമുക്കൊരു അറിയിപ്പ് കിട്ടുകയാണ് ചെയ്തത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറെ നേരം 1 മണിക്കൂറിലധികം അദ്ദേഹത്തിന്റെ ഓഫീസിൽ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പ്രതികരണം നൽകുവാനോ അല്ലെങ്കിൽ ആദ്യം തുടക്കത്തിൽ പോലും ഇത് അദ്ദേഹം എത്തില്ലെന്നുള്ള അറിയിപ്പ് നമുക്ക് ലഭിക്കുകയോ ചെയ്തിരുന്നില്ല. ഏറെ നേരം അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ കാത്തുനിന്നതിന് ശേഷമാണ് പിന്നീട് അറിയിപ്പ് ലഭിക്കുന്നത്. ഇന്ന് ഓഫീസിലേക്ക് എത്തില്ല അദ്ദേഹം എന്നുള്ള അറിയിപ്പ് ഓഫീസിൽ നിന്നും സ്റ്റാഫ് നമുക്ക് തരുന്നത്. ഈ വിഷയത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്ന് ശബരിമലയുമായി ബന്ധപ്പെട്ട ലൈവത്വം നടക്കുകയാണെന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയാൻ ശ്രമിച്ചെങ്കിൽ പോലും അതിനെ തുടർന്ന് പ്രതികരണം നൽകാൻ അദ്ദേഹം തയ്യാറാകുകയും ചെയ്തില്ല. ഇന്നത്തെ ലൈവത്തോണിൽ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ഉത്തരം ലഭിക്കേണ്ടിയിരുന്നത് ദേവസ്വം മന്ത്രിയിൽ നിന്നാണ്. മാത്രമല്ല അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്നും ഭക്തരോട് എന്താണ് പറയാനുള്ളത്, കേരളത്തിലെ ജനതയോട് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. നമുക്കും നിരവധി ചോദ്യങ്ങൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇപ്പോഴും മന്ദഗതിയിൽ നീങ്ങുന്ന സാഹചര്യം. മാത്രമല്ല ഇനി ദിവസങ്ങൾ മാത്രമാണ് ശബരിമല മണ്ഡലകാലം ആരംഭിക്കുവാൻ ഉള്ളത്. ഈ സാഹചര്യത്തിൽ നിരവധി ചോദ്യങ്ങൾ നമുക്കും ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിക്കുവാൻ. എന്നാൽ അവസാന നിമിഷം അദ്ദേഹം പിന്മാറുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് ഇന്നുണ്ടായത്. നമ്മൾ ഏറെ നേരം കാത്തിരുന്നു. കാത്തിരുന്നെങ്കിൽ പോലും അവിടുത്തെ കടുത്ത അനാസ്ഥ ജനം TV ഇങ്ങനെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അവരും അറിയുന്നുണ്ടാകുമല്ലോ, വളരെ കൃത്യമായ അധികൃതരുടെ കണ്ണുകളിലേക്കൊക്കെ ഇതും എത്തുന്നുണ്ടാകും. അപ്പോൾ എന്ത് പ്രതികരിക്കാനാണ്? ദേവസ്വം മന്ത്രി അതുകൊണ്ട് തന്നെ പ്രതികരിച്ചില്ല. പ്രശാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.